1976 ഒരു വേനൽക്കാലം. പുരാണ ദില്ലിയിലെ ഒരു മുസ്ലിം ബസ്തി തുർക്കുമൻ ഗേറ്റ്. വിഭജനാനന്തരം രൂപപ്പെട്ട മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗല്ലികൾ. പഴയ ഷാജഹാനാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരികളിലൊന്ന്. അവിടുത്തെ ജനങ്ങൾ ചൂടിൽ വെന്തു നിറുകയായിരുന്നു. ഏപ്രിലിലെ വേനൽക്കാലം ഡൽഹിയിൽ വലിയ ചൂടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഉഷ്ണത്തേക്കാൾ അവരെ ചുട്ടുപൊള്ളിച്ചത് അവരുടെ ബസ്തിയിൽ വന്നു നിന്ന നൂറുകണക്കിന് ബുൾഡോസറിൻ്റെ മുരളിച്ചയായിരുന്നു. നൂറുകണക്കിന് പോലീസുകാരുടെ മനം മടിപ്പിക്കുന്ന നിശബ്ദതയായിരുന്നു. എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന ഭീഷണമായ നിശബ്ദത. മാസങ്ങളായി സർക്കാരിൻ്റെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ പല വിധേന ഭാഗമായ പാവങ്ങളായിരുന്നു അവിടെ. നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമായവർ ഒട്ടേറെ ഉണ്ടായിരുന്നു അവിടുത്തെ ഗല്ലികളിൽ. തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് അപമാനിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി തല കുനിഞ്ഞുപോയ പാവങ്ങൾക്കിടയിലേക്കാണ് സഞ്ജയ് ഗാന്ധിയുടെ ബുൾഡോസറുകൾ കയറി വന്നത്. ജമാ മസ്ജിദിൻ്റെ പടികളിൽ നിന്നാൽ കൊണാട്ട് പ്ലേസ് കാണും വിധം എല്ലാ കെട്ടിടങ്ങളും വീടുകളും പൊളിച്ചു നീക്കാനായിരുന്നത്രേ അവരുടെ പദ്ധതി. ബുൾഡോസറുകൾ മുന്നോട്ടു നീങ്ങി. എതിർത്ത വയോധികരെ പോലീസ് ലാത്തി കൊണ്ട് തൂക്കിയെറിഞ്ഞു. ചെറുപ്പക്കാരുടെ രോഷത്തിന് വെടിയുണ്ടകളാണ് തുളയിട്ടത്. കുട്ടികളും സ്ത്രീകളും മർദ്ദനത്തിന് ഇരകളായി. അന്നവിടെ എത്ര ജീവൻ പൊലിഞ്ഞു എന്ന് ഔദ്യോഗിക കണക്കുകളില്ല. എ മസാക്കർ ബെറീഡ് അണ്ടർ ബ്യൂറോക്രാറ്റിക് ഫയൽസ് ആൻഡ് ഫോർഗോട്ടൻ സ്പീച്ചസ്. ये कहानी सिर्फ एक मोहल्ला का नहीं थी, ये कहानी थी पूरे देश की. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം കശാപ്പുശാലയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട കാളരാത്രിയായിരുന്നു അത്. ഭരണഘടനയിലെ 352 പ്രകാരം റൂൾ ബൈ ഡിക്രി പ്രഖ്യാപിക്കപ്പെടുകയും അധികാരം പ്രധാനമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. നിയമനിർമ്മാണ സഭകൾക്കോ ജുഡീഷ്യറിക്കോ മറ്റു സംവിധാനങ്ങൾക്കോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരുതരം അധികാര കേന്ദ്രീകരണമാണ് റൂൾ ബൈ ഡിക്രി. ഇതിൽ തുടങ്ങിയാൽ സാധാരണ അത് ചെന്നെത്തുക ഏകാധിപത്യത്തിലേക്കും ഒടുവിൽ വല്ലാത്ത നാശത്തിലേക്കുമായിരിക്കും. ഇന്ത്യയിലും 21 മാസം ഏകാധിപത്യം വാണു. സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടി വെറും 28 വർഷങ്ങൾ കൊണ്ട് മരണശയ്യയിലായി പോയ ഒരു രാജ്യമായി ഇന്ത്യ മാറിയ ദുരിതപർവമായിരുന്നു ആ 21 മാസങ്ങൾ. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് നമ്മുടേത്. പക്ഷേ ഭരിക്കുന്നവർ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വെച്ച് ഇതിൻ്റെ ഭാവി നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ എന്ന ഭരണഘടനാ ശില്പി അംബേദ്കറിൻ്റെ വാക്കുകളുടെ പൊരുൾ എന്താണെന്ന് ഇന്ത്യ തിരിച്ചറിയുകയായിരുന്നു ഇവിടെ. ഈ നാട് ഇനി ഒരിക്കലും ആവർത്തിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് സത്യം പറഞ്ഞാൽ അടിയന്തരാവസ്ഥ. എന്തുകൊണ്ടായിരിക്കും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നായിരുന്നു ഔദ്യോഗിക ന്യായീകരണം. നെഹ്റുവിനെയും ശാസ്ത്രിയെയും പോലെ മിതചിന്തകളും സൗമ്യ സമീപനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇന്ദിരാഗാന്ധി കൂട്ടാക്കിയില്ല. പെണ്ണൊരുത്തി ഭരിക്കുന്നു എന്നതിനോട് വിമിഷ്ടമുണ്ടായിരുന്ന ആൺ ഹുങ്കിനിടയിൽ സൗമ്യമായി സമരസപ്പെടാൻ ഇന്ദിരാഗാന്ധിക്ക് സൗകര്യവുമില്ലായിരുന്നു. 1967 മുതൽ 1971 വരെയുള്ള അവരുടെ ആദ്യ ഊഴം ഒരേ സമയം ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെയും തലവര മാറ്റിയെഴുതുന്നതായിരുന്നു. 1966 പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയ ഇന്ദിരാഗാന്ധിയെ പാർട്ടി നേതൃത്വം അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ തീവ്ര സോഷ്യലിസ്റ്റ് സാമ്പത്തിക പരിഷ്കാരങ്ങളെ അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി നിരന്തരം എതിർത്തു പോന്നു. അന്ന് ദേശായിയും നിജലിംഗപ്പയും അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കും പ്രതിപക്ഷത്തിനും ഇന്ദിര ഒരു ഗൂങ്കി കൂടിയായിരുന്നു, ഒരു മിണ്ടാപ്പാവ. പക്ഷേ അധികകാലം വേണ്ടി വന്നില്ല ഗൂങ്കി ഗുഡിയ എന്നത് മാറി ദുർഗാദേവിയായി ആഘോഷിക്കപ്പെടാൻ. പക്ഷേ ഭരണരംഗത്ത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് എല്ലാം ചുരുങ്ങുന്ന സാഹചര്യം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. വിവിധ മന്ത്രാലയങ്ങളിലെ കെടുകാര്യസ്ഥതയെ നേരിടാൻ ഇന്ദിരാഗാന്ധിക്ക് എല്ലായിടത്തും കണ്ണെത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത്രേ. തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PN ഹക്സറെ കാര്യങ്ങൾ നിയന്ത്രിച്ചു പോരുന്നൊരു സാഹചര്യം. അഴിമതിയും മെല്ലെപ്പോക്കും ശ്രദ്ധക്കുറവുകളും അലങ്കാരമായിരുന്ന ഭരണരംഗം ഇതോടെ പ്രധാനമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന പല മന്ത്രിമാരെയും ഇടനിലക്കാരെയും ഇത് ചൊടിപ്പിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധിയെ നേരിട്ടവരെല്ലാം അവരുടെ ശൗര്യമറിഞ്ഞു. പിന്നെ ആരും ഇന്ദിരയെ എതിർക്കാൻ മുതിർന്നില്ല. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കാൻ കേന്ദ്രീകരിക്കപ്പെട്ടതാണെങ്കിലും അധികാരം പക്ഷേ ഒരിടത്തു മാത്രമായി കുടുങ്ങിക്കിടന്നു. അധികാര വികേന്ദ്രീകരണമില്ലെങ്കിൽ ജനാധിപത്യം ദുർബലപ്പെടുമെന്ന് ഇന്ദിര ആലോചിച്ചതേയില്ല. ഭരണം കൈയടക്കും നേരത്ത് തന്നെ ഇന്ദിരക്ക് മറ്റൊരു യുദ്ധം കൂടി നയിക്കാനുണ്ടായിരുന്നു. അത് സ്വന്തം പാർട്ടിയിലെ തന്നെ താപ്പാനകളോടായിരുന്നു.
സിൻഡിക്കേറ്റ് എന്നറിയപ്പെട്ട കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഒരു വിഭാഗം ഇന്ദിരാഗാന്ധിയെ ഒതുക്കാൻ തീരുമാനിച്ചു. സർക്കാരിൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ വൺ മാൻ ഷോ ആയിരുന്നു ഒരു പ്രശ്നം. മറ്റൊന്ന്, സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ രാജാക്കന്മാർക്കും കുടുംബത്തിനുമുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കാനുള്ള തീരുമാനമായിരുന്നു. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിനും ഇന്ദിരക്ക് വലിയ എതിർപ്പുകളുണ്ടായി. സിൻഡിക്കേറ്റ് ഇന്ദിരയെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് കരുതിയെങ്കിലും ഒടുവിൽ ഇന്ദിര പാർട്ടിയെ പിളർത്തി. മഹാഭൂരിപക്ഷം എംപിമാരും ജനപ്രതിനിധികളും ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നു. അങ്ങനെ കോൺഗ്രസ് ഒയും കോൺഗ്രസ് ആറും ഉണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് റിക്വിസിഷണറീസ് എന്നറിയപ്പെട്ടു. 1971 പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ കോൺഗ്രസ് മിന്നും വിജയം നേടി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം തരംഗമായി. ആകെ 518 സീറ്റുകളിൽ 352 സീറ്റും നേടി ബ്രാക്കറ്റിൽ അക്ഷരമെഴുതാതെ തന്നെ ഒരൊറ്റ കോൺഗ്രസ് എന്ന നിലയിലേക്ക് ഇന്ദിരയുടെ കോൺഗ്രസ് മാറി. കോൺഗ്രസ് എന്നാൽ ഇന്ദിര എന്നതുപോലെ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നുകൂടി പരിവർത്തനം ചെയ്യുകയായിരുന്നു രാഷ്ട്രീയം. 1971 രണ്ടാമൂഴത്തിൻ്റെ തുടക്കത്തിൽ 71 ഡിസംബറിൽ തന്നെ പാകിസ്ഥാനുമായി അനിവാര്യമായൊരു യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഇന്ദിര പക്ഷേ ഇന്ത്യ മുഴുവൻ ദേശീയതയുടെ പ്രതീകമായി മാറുകയാണ്. ബദ്ധവൈരികളായ പാകിസ്ഥാൻ്റെ കിഴക്കൻ ഭാഗം അടർത്തിയെടുത്ത് ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാജ്യം സൃഷ്ടിച്ച ഇന്ദിരയുടെ കരുത്തിനെ പ്രതിപക്ഷം വാഴ്ത്തിയത് ഇന്ദിരയെ ദുർഗാദേവിയോട് ഉപമിച്ചുകൊണ്ടാണ്. അക്കാലത്ത് ഇക്കോണമിക് ടൈംസിൽ ഇന്ദിരയെക്കുറിച്ച് വന്ന ഒരു ഫീച്ചറിൽ ഇന്ദിരാഗാന്ധി ദി എംപറസ് ഓഫ് ഇന്ത്യ, ഭാരതത്തിൻ്റെ മഹാറാണി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ദളിത്, സ്ത്രീ, ന്യൂനപക്ഷ, ദരിദ്ര, പിന്നാക്ക വിഭാഗങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി ഇന്ദിരാഗാന്ധി നിലകൊണ്ടു. അധികാരം മൊത്തത്തിൽ അവരുടെ കൈക്കുടന്നയിൽ കേന്ദ്രീകരിച്ചതോടെ അധികാര ദുഷ്പ്രഭുത്വം അവരെ പതുക്കെ ഗ്രസിക്കാൻ തുടങ്ങി. പ്രിവി പേഴ്സ് നിർത്തലാക്കിയതിലും ഭൂപരിഷ്കരണ നിയമത്തിലും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജുഡീഷ്യറിയോട് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ നിരന്തരം ഏറ്റുമുട്ടി. പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ, ഭരണഘടനാ ഭേദഗതി അധികാരങ്ങളെ സംബന്ധിച്ച നിർണായക നിയമ പോരാട്ടങ്ങളായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. 1967 ഗോലഖ്നാഥ് കേസ് പൗരൻ്റെ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമില്ലെന്ന് വിധി നൽകി. 1971 24-ാം ഭരണഘടനാ ഭേദഗതി ഇത് മറികടക്കാൻ വേണ്ടിയായിരുന്നു. പ്രിവി പേഴ്സ് നിർത്തലാക്കാനുള്ള നീക്കം സാധൂകരിക്കാൻ 26-ാം ഭരണഘടനാ ഭേദഗതിയും ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ കൊണ്ടുവന്നു. ആ അവസരത്തിലാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വിധിയുണ്ടാവുന്നത്. സമാനമായ നിയമതർക്കങ്ങളിൽ ഒരു വലിയ തീർപ്പുണ്ടായ ഓവർ റൂളിംഗ് ആയിരുന്നു സത്യത്തിൽ ആ വിധി. സുപ്രീം കോടതി ജഡ്ജിമാർക്കിടയിൽ 6-നെതിരെ 7 പേരുടെ വിധി തീർപ്പായിരുന്നു അത്. പൗരൻ്റെ മൗലികാവകാശങ്ങൾ വരെ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെങ്കിലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ കൈവെക്കാൻ പാർലമെൻറ്റിന് കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് ജുഡീഷ്യറി തീർപ്പ് പറയുകയായിരുന്നു ഈ വിധിയിലൂടെ. ഇത് ഇന്ദിരാഗാന്ധിക്ക് അത്രക്കങ്ങ് ഇഷ്ടമായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കേശവാനന്ദ ഭാരതി വിധിയിൽ സർക്കാർ അനുകൂല നിലപാടെടുത്ത A.N. റായിയെ, J.M. ഷെലാറ്റ്, K.S. ഹെഡ്ഗെ തുടങ്ങിയ സീനിയർ ജഡ്ജിമാരെ മറികടന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ജുഡീഷ്യറി ആരെന്ന് തീരുമാനിക്കുന്നത് വരെ എക്സിക്യൂട്ടീവ് ആണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇന്ദിര സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിലും ഇത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തി. എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയിൽ ഇടപെടുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് ജയപ്രകാശ് നാരായണൻ വിമർശനമുന്നയിച്ചു. എക്സിക്യൂട്ടീവിന് കൂടുതൽ അധികാരങ്ങളുള്ള പ്രസിഡൻഷ്യൽ മോഡൽ സംവിധാനത്തിലേക്ക് ഇന്ത്യ മാറണം എന്ന ആവശ്യം കോൺഗ്രസിലെ ചില യുവനേതാക്കൾ ഉയർത്തിയെങ്കിലും ഇന്ദിരാഗാന്ധി ഇത് തള്ളിക്കളഞ്ഞു. പക്ഷേ രാജ്യവ്യാപകമായൊരു മാറ്റം ആഗ്രഹിക്കുന്ന യുവജനത അസ്വസ്ഥരായി അവിടെ നിൽപ്പുണ്ടെന്ന് ഏതാണ്ട് വ്യക്തമായിരുന്നു. യുദ്ധവും മറ്റും കൊണ്ടുവന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ കടുത്ത തൊഴിലില്ലായ്മ രാജ്യത്ത് പടരുന്നുണ്ടായിരുന്നു. ക്ഷുഭിത യൗവനം അവരുടെ പരാധീനതകൾക്ക്, നിരാശാജനകമായ ജീവിതത്തിന് സമാധാനം ചോദിച്ചു തുടങ്ങി. നക്സൽ മാവോയിസ്റ്റ് ആശയങ്ങൾ കാൽപ്പനികവൽക്കരിക്കപ്പെടുകയും ഗ്രാമീണ യൗവനത്തെ സ്വാധീനിച്ചു തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ഗുജറാത്തിലെ നവനിർമ്മാൺ മൂവ്മെൻറ്റ് ദേശീയ ശ്രദ്ധ നേടി. ബീഹാറിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിയാർജിച്ചു. ബീഹാർ ഛാത്ര സംഘർഷ സമിതിക്ക് ജയപ്രകാശ് നാരായണൻ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ബീഹാറിലെ കാറ്റ് ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് ആഞ്ഞു വീശാൻ തുടങ്ങി. വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും തെരുവിലേക്ക് ഇറങ്ങണമെന്ന് JP ആഹ്വാനം ചെയ്തു. 1974 ഏപ്രിലിൽ ജയപ്രകാശ് നാരായണൻ ടോട്ടൽ റെവല്യൂഷൻ, സമ്പൂർണ്ണ ക്രാന്തി അഥവാ സമ്പൂർണ്ണ വിപ്ലവം പ്രഖ്യാപിച്ചു. ഇതിനിടെ കേന്ദ്രമന്ത്രിമാർ, MP-മാർ തുടങ്ങി ജനപ്രതിനിധികൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. കേന്ദ്ര റെയിൽവേ മന്ത്രി ലളിത് നാരായൺ മിശ്രയ്ക്ക് നേരെ ബോംബാക്രമണം നടക്കുന്നത് ഈ വേളയിലാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘമായ റെയിൽവേ തൊഴിലാളികൾ ജോർജ് ഫെർണാണ്ടസിന് കീഴിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങി. ജോർജ് ഫെർണാണ്ടസ് പിന്നീട് 1998 മുതൽ 2004 വരെ വാജ്പേയിയുടെ BJP സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായി. റെയിൽവേ ബന്ദിൽ രാജ്യം സ്തംഭിച്ചു. റെയിൽവേ സമരത്തെ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ ശക്തമായി അടിച്ചമർത്തി. ആയിരക്കണക്കിന് തൊഴിലാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. റെയിൽവേ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് സമരക്കാരുടെ കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിട്ടു. ഇതോടെ JPയുടെ സമ്പൂർണ്ണ ക്രാന്തി കൂടുതൽ പ്രകോപിപ്പിക്കപ്പെട്ടു. കൃത്യമായി ഇതേ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദു ചെയ്തുകൊണ്ടുള്ള കോടതി വിധി വരുന്നത്. 1971 പൊതുതെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയോട് തോറ്റ രാജ് നരൈൻ സമർപ്പിച്ച ഹർജിയിലായിരുന്നു വിധി. അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാണെന്ന് വിധിയെഴുതി. പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു ആരോപണം. 1975 ജൂൺ 24 സുപ്രീം കോടതി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അലഹബാദ് കോടതി വിധി ശരിവെച്ചു. MP എന്ന നിലക്കുള്ള എല്ലാ പ്രിവിലേജുകളും ഇന്ദിരാഗാന്ധിയിൽ നിന്ന് തിരിച്ചെടുക്കാനും കോടതി ഉത്തരവുണ്ടായി. കോടതിയാണോ പാർലമെൻറ്റാണോ വലുത് എന്ന തർക്കത്തിൽ ഇന്ദിരാഗാന്ധിക്ക് വ്യക്തിപരമായി പൊള്ളലേറ്റ വിധിയായി ഇത് മാറുകയും ചെയ്തു. അന്നേ ദിവസം മൊറാർജി ദേശായിയെ ചെയർമാനും നാനാജി ദേശ്മുഖിനെ കൺവീനറായും ചുമതലപ്പെടുത്തി ലോക് സംഘർഷ സമിതി എന്നൊരു സമര പരിപാടി കൂടി JP പ്രഖ്യാപിക്കുന്നുണ്ട്. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതി വളഞ്ഞ് ഇന്ദിരാഗാന്ധിയെ അധികാരഭ്രഷ്ടയാക്കുക എന്നതായിരുന്നു നീക്കം. ജൂൺ 25 ഡൽഹിയിലെ ഒരു റാലിയിൽ വെച്ച് പോലീസിന് മേലുദ്യോഗസ്ഥരുടെയോ സർക്കാരിൻ്റെയോ ഉത്തരവുകൾ ചെവികൊള്ളരുത് എന്ന JPയുടെ പ്രഖ്യാപനം ഒരു ആഭ്യന്തര കലാപ ആഹ്വാനമായി സർക്കാർ വിലയിരുത്തി. തൊട്ടടുത്ത ദിവസം ഇന്ത്യ ഉണർന്നെണീക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഇരുട്ടിലേക്കായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ന്യായീകരണം കണ്ടെത്താൻ ഒരുപക്ഷെ പലർക്കും കഴിഞ്ഞേക്കും. JPയുടെ പ്രസ്താവനയും അക്രമാസക്തമായ സമരങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ അവർക്ക് ചൂണ്ടിക്കാണിക്കാം. JP പ്രഖ്യാപിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ വീട് വളഞ്ഞ് അവരെ സ്ഥാനഭ്രഷ്ടയാക്കി ഒരു അധികാരമാറ്റം അന്ന് ഇന്ത്യയിൽ നടന്നിരുന്നുവെങ്കിൽ പിന്നീട് അവിടെ നിന്നങ്ങോട്ട് രാഷ്ട്രീയ അസ്ഥിരതകളും അരക്ഷിതാവസ്ഥകളും തുടർക്കഥയാകുന്ന ഒരു ഇന്ത്യ അന്ന് പിറന്നു വീഴുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. 1962 1971 യഥാക്രമം ഇന്ത്യ ചൈനയുമായും പാകിസ്ഥാനുമായും യുദ്ധത്തിലേർപ്പെട്ട വേളകളിൽ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഈ ന്യായീകരണങ്ങൾക്കെല്ലാം ഉത്തരമുട്ടിയേക്കാവുന്നത്ര ഗൗരവതരവും ഗുരുതരവുമായ പൗരാവകാശ, സ്വാതന്ത്ര്യ, മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അടിയന്തരാവസ്ഥയുടെ 1.25 വർഷം ഈ നാട് അനുഭവിച്ചത്. ആർക്കും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമായ ജനാധിപത്യ ധ്വംസനമായിരുന്നു അത്. 1 ലക്ഷം രാഷ്ട്രീയ പ്രതിയോഗികൾ രാജ്യത്തിൻ്റെ വിവിധ കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടു. അതിക്രൂരമായ പോലീസ് രാജാണ് അന്ന് അരങ്ങേറിയത്. ഈ രാജ്യം ഒരു പോലീസ് സ്റ്റേറ്റായി മാറി, ഒരു ജയിലായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അടിയന്തരാവസ്ഥക്കെതിരെ നിലപാട് പറഞ്ഞവരെ മർദ്ദിക്കുന്നതും അടിച്ചമർത്തുന്നതും പോലീസിന് ഒരുതരം ക്രൂരമായ വിനോദമായിരുന്നു. മിസ പോലെയുള്ള കരിനിയമങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇന്നത്തെ UAPA, NSA പോലുള്ള അന്നത്തെ ഡ്രക്കോണിയൻ നിയമങ്ങളായിരുന്നു മിസ ഡിസിർ പോലെയുള്ള നിയമങ്ങൾ. JPയും ജോർജ് ഫെർണാണ്ടസും വാജ്പേയിയും VS അച്യുതാനന്ദനും LK അദ്വാനിയും അരുൺ ജെയ്റ്റ്ലിയും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമൊക്കെ ജയിലിലായി. ഗോളിയാറിലെ രാജ്ഞിയായിരുന്ന വിജയരാജ സിന്ധ്യ, ജയ്പൂർ രാജ്ഞിയായിരുന്ന ഗായത്രി ദേവി, മുലായം സിംഗ് യാദവ്, മൊറാർജി ദേശായി തുടങ്ങിയവരും അറസ്റ്റിലായവരിൽ പെടുന്നു. അടിയന്തരാവസ്ഥയെ എതിർത്ത കോൺഗ്രസ് നേതാക്കളായിരുന്ന മോഹൻ ദാരിയെയും ചന്ദ്രശേഖറും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചന്ദ്രശേഖർ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നുണ്ട്. കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ CPIM MLAയുമായിരുന്ന പിണറായി വിജയൻ പോലീസിൻ്റെ ഇടിമുറിയിൽ 3-ാം മുറക്ക് വിധേയനായി. ജയിൽ മോചിതനായി നിയമസഭയിലേക്ക് ആദ്യമായി വരുമ്പോൾ ചോരക്കറ പിടിച്ച തൻ്റെ ഷർട്ട് പിണറായി വിജയൻ കയ്യിലെടുത്തുയർത്തുന്നതുണ്ട്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന P രാജൻ്റെ കസ്റ്റഡി കൊലപാതകം അടിയന്തരാവസ്ഥയുടെ ക്രൂരമുഖം തുറന്നുകാട്ടിയ സംഭവമായിരുന്നു. 1976 മാർച്ച് 1 കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോലീസ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു രാജനെ. കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് ഉരുട്ടിക്കൊന്നു എന്നാണ് കേസ്. തൻ്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാതെ നാടും കാടും ജയിലുകളും രാഷ്ട്രീയക്കാരുടെ വാതിൽപ്പടികളും പോലീസ് ഏമാന്മാരുടെ കോട്ടകളും കയറിയിറങ്ങിയ ഈച്ചര വാരിയർ എന്ന അച്ഛൻ നിസ്സഹായരായ ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതീകമായിരുന്നു. ഹേബിയസ് കോർപ്പസ് ഹർജിയിലൂടെയാണ് അറസ്റ്റിനെക്കുറിച്ചും ഉരുട്ടിക്കൊലയെക്കുറിച്ചും ലോകമറിയുന്നത്.
പക്ഷേ ഇന്നിതുവരേക്കും പി രാജൻ്റെ മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയിട്ടില്ല. ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ച 20 ദിന പരിപാടി അടിയന്തരാവസ്ഥ കാലത്ത് ഭരണ താൽപ്പര്യമായി. കാർഷിക വ്യാവസായിക പുരോഗതിയായിരുന്നു 20 ദിന പരിപാടികളുടെ ആകത്തുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാക്ഷരതാ യജ്ഞം തുടങ്ങിയവയും ഇതിൽപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനും ശക്തനുമായ അനുയായി അവരുടെ ഇളയ മകനായ സഞ്ജയ് ഗാന്ധിയായിരുന്നു. സഞ്ജയ് ഒരു 5 ദിന പരിപാടി കൂടി അവതരിപ്പിച്ചു. സാക്ഷരതാ യജ്ഞം, വനവത്കരണം, സ്ത്രീധന നിരോധനം, ജാതീയതയുടെ ഉച്ചാടനം, ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയവയായിരുന്നു അതിലെ പ്രധാന വിഷയങ്ങൾ. ഈ 2 കർമ്മപരിപാടികളും ചേർന്ന് 25 ദിന പരിപാടികൾ അടിയന്തരാവസ്ഥ സർക്കാരിൻ്റെ നയപരിപാടിയായി മാറി. കുറച്ചു നാളത്തേക്ക് അവശ്യ സാധനങ്ങളുടെ വില കുറഞ്ഞു. സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്നു എന്നുള്ള പ്രചരണങ്ങളുമുണ്ടായി. എന്നാൽ പതിയെ വിലക്കയറ്റം കയറ് പൊട്ടിച്ചു. ദരിദ്രർ പരീക്ഷിക്കപ്പെട്ടു. മധ്യവർഗത്തെ പ്രീണിപ്പിക്കുകയും വ്യവസായികളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഭരണം. ഇന്ദിരയുടെയും മകൻ്റെയും ഭരണപരിഷ്കാരങ്ങൾ കൂനിന്മേൽ കുരു എന്നതുപോലെ ദ്രോഹത്തിന് മുകളിൽ ദ്രോഹമായി തീർന്നു. ഇക്കാലയളവിൽ ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടായി. രാഷ്ട്രീയ തടവുകാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ജീവിതം ദുസ്സഹമായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു. വിയോജിക്കാനും സമരം ചെയ്യാനും സ്വാതന്ത്ര്യമില്ലാതായി. മൗലികാവകാശങ്ങൾ തന്നെ റദ്ദു ചെയ്യുകയാണല്ലോ അടിയന്തരാവസ്ഥ ചെയ്യുന്നത്. എല്ലാവരുടെയും വായ മൂടിക്കെട്ടുകയായിരുന്നു ലക്ഷ്യം. വിദൂഷകരും സ്തുതിപാഠകരും അധികാരത്തിൻ്റെ അപ്പകഷ്ണം നോക്കി നടന്നു. ഇന്ദിരാഗാന്ധിയോട് വിയോജിച്ചവരുടെ വീട്ടിലേക്ക് സഞ്ജയ് ഗാന്ധി പോലീസിനെ അയച്ചു. പതിയെ പതിയെ ഇന്ദിരയല്ല, സഞ്ജയ് ഗാന്ധി കാര്യങ്ങൾ നോക്കാനും ഭരിക്കാനും തുടങ്ങി. അമ്മയേക്കാൾ കർക്കശക്കാരനായിരുന്നത്രേ സഞ്ജയ്. വികസിത ഇന്ത്യയിലേക്ക് വഴിവെട്ടാൻ കാർക്കശ്യവും ബലപ്രയോഗവുമായിരുന്നു അയാളുടെ ആയുധങ്ങൾ. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ ദരിദ്രരുടെ വീടുകൾ ഇല്ലാതാക്കാം എന്നതായിരുന്നു സഞ്ജയ് കണ്ടെത്തിയ പോംവഴി. അക്കാലത്താണ് ഡൽഹിയിൽ അസാധാരണവും അനീതിപൂർണവുമായ കുടിയൊഴിപ്പിക്കലുകൾ നടക്കുന്നത്. വിഭജന നാളുകളിൽ രൂപപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ച് തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ മാറ്റുകയായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ ലക്ഷ്യം. പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരും വിഭജന നാളുകളിലെ കലാപക്കെടുതികളിൽ നിന്ന് രക്ഷ നേടിയവരും കൂട്ടത്തോടെ താമസിക്കുന്ന ഒട്ടേറെ സെറ്റിൽമെൻറ്റുകൾ ഡൽഹിയിലുണ്ടായിരുന്നു. ഇന്നുമുണ്ട് അങ്ങനെയുള്ള ജനവാസ മേഖലകൾ. അനധികൃത നിർമ്മാണവും മറ്റും ആരോപിച്ച് രാത്രിക്ക് രാത്രി വലിയ ഡെമോളിഷൻ ഡ്രൈവുകൾ അരങ്ങേറി. ഏകദേശം 1.5 ലക്ഷം കെട്ടിടങ്ങൾ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ തകർക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിലേറെയും വീടുകളായിരുന്നു. 7 ലക്ഷത്തിലേറെ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന മനുഷ്യത്വരഹിതമായ നടപടിയായിരുന്നു അത്. അന്ന് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഉപാധ്യക്ഷനായ ജഗ്മോഹൻ മൽഹോത്ര സഞ്ജയ് ഗാന്ധിയുടെ അർബൻ റിന്യൂവൽ പ്രോജക്റ്റിന് വലിയ പിന്തുണ നൽകി. നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് കുറേ കെട്ടിടങ്ങൾ അങ്ങനെ പൊളിച്ചു നീക്കണം എന്ന നിലപാടായിരുന്നു ജഗ്മോഹന്. സഞ്ജയ് ഗാന്ധിയുടെ കുടുംബാസൂത്രണം അതിലും ക്രൂരമായിരുന്നു. നിർബന്ധിത വന്ധ്യംകരണ നടപടികൾ രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി. ഏകദേശം 83 ലക്ഷം ആളുകളാണ് വന്ധ്യംകരണ നടപടികൾക്ക് വിധേയരായത്. അവരിൽ നല്ലൊരു ഭാഗം ആളുകളും നിർബന്ധിത വന്ധ്യംകരണത്തിൻ്റെ ഇരകളായിരുന്നത്രേ. ഇത് സഞ്ജയ് ഗാന്ധി നേരിട്ട് അറിഞ്ഞും അല്ലാതെയും നടന്ന സംഭവങ്ങളായിരുന്നു എന്ന് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തരായിരുന്ന ചില ഉദ്യോഗസ്ഥർ ദിവസത്തിന് ടാർഗറ്റ് വെച്ച് വന്ധ്യംകരണം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഓൾഡ് ഡൽഹിയിൽ മുസ്ലിം ബസ്തികളിൽ സ്റ്റെറിലൈസേഷൻ ഡ്രൈവ് നടത്താൻ നേതൃത്വം കൊടുത്തത് സഞ്ജയ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്ന റുക്സാന സുൽത്താന ആയിരുന്നു. അവരുടെ ക്രൂരതകൾ ഇന്നും ഓൾഡ് ഡൽഹിയിലെ പഴമക്കാർ പേടിയോടെ ഓർത്തു പറയും. ഗ്ലാമർ ഗേൾ ഓഫ് എമർജൻസി എന്നാണ് അവർ പിന്നീട് അറിയപ്പെട്ടത്. അടിയന്തരാവസ്ഥ പത്രങ്ങളുടെ പേനക്കും പേപ്പറിനും അച്ചുകൂടത്തിനും വിലങ്ങിട്ടു. മാധ്യമപ്രവർത്തകരുടെ വായ മൂടിക്കെട്ടി. കടുത്ത സെൻസർഷിപ്പാണ് അന്ന് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണിനെ ഭരിച്ചത് തന്നെ. പത്രമാപ്പീസുകളിൽ ഇന്ദിരയുടെ ഏജന്റുമാർ വാർത്തകളും വിശകലനങ്ങളും എഡിറ്റ് ചെയ്യാനിരുന്നു. ഒടുക്കം പത്രങ്ങൾ നിലപാട് പേജ് ഒഴിച്ചിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി. സത്യം പറയാൻ ധൈര്യം കാണിച്ചവരെ തടങ്കലിൽ പിടിച്ചു. പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടു, പാട്ടുകൾ നിരോധിക്കപ്പെട്ടു, പ്രസംഗങ്ങൾ തടയപ്പെട്ടു, മനുഷ്യർ ബന്ധിക്കപ്പെട്ടു. CPIM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചില സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായി നിലകൊണ്ടത്. അതിൽ തന്നെ ഇന്ദിരാഗാന്ധിയോട് രാജിയായ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമുണ്ടായിരുന്നു. CITU അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം തുടർന്നപ്പോൾ INTUCക്കൊപ്പം AITUCയും HMSഉം ഇന്ദിരാഗാന്ധിയുടെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ പലപ്പോഴും വണങ്ങിക്കൊടുത്തു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അടിയന്തരാവസ്ഥക്കെതിരെ നിലകൊണ്ടു. അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള ABVP നേതാക്കൾ അറസ്റ്റിലായി. RSSൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ABVP ക്യാമ്പസുകളിൽ വലിയ പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചു പോകുന്നത്. വാജ്പേയി, അദ്വാനി തുടങ്ങിയവരും RSSൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.
ഹിന്ദുത്വ രാഷ്ട്രവാദം ഉയർത്തുന്നു എന്ന് കണ്ട് RSSനെയും ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ് വാദം ഉയർത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ജമാഅത്തെ ഇസ്ലാമിയെയും അന്ന് നിരോധിച്ചിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നയിച്ചത് സംഘപരിവാർ നേതാക്കളായിരുന്നു എന്നൊരു വ്യവഹാരം അടുത്തിടെയായി വ്യാപകമായി പ്രചരിക്കുന്നത് കാണാം. ഈയിടെ കേരള ഗവർണർ ആർലേക്കർ തന്നെ സമാനമായൊരു പരാമർശം നടത്തിയിരുന്നു. എന്നാൽ സംഘപരിവാറിൻ്റെ പോരാട്ടം രസകരമാണ്. അന്നത്തെ RSSൻ്റെ സർസംഘചാലക് മധുകർ ദത്തേത്രായ DRS തികഞ്ഞ സവർക്കർ ഭക്തനായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം ജയിലിൽ പോയ ഉടനെ സവർക്കറുടെ ചര്യ പിന്തുടരാൻ ആരംഭിച്ചു. മാപ്പെഴുത്താണ്. ഇന്ദിരാഗാന്ധി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും തുറന്നു വിട്ടാൽ സർക്കാരിനെതിരെ തിരിയില്ലെന്നുമൊക്കെ ആയിരുന്നു കത്തിലുണ്ടായിരുന്നത്. മുതിർന്ന RSS നേതാവായ ഏക്നാഥ് രാമകൃഷ്ണ റാനഡെ അടക്കമുള്ള നേതാക്കളും ഇതേ പാത തുടർന്നു. ഒടുവിൽ സർസംഘചാലകും റാനഡെയും വാജ്പേയിയും ഒരു പോംവഴി കണ്ടെത്തി. കൂട്ടമായി മാപ്പ് പറയുക, ജയിലിൽ നിന്ന് രക്ഷപ്പെടുക. അങ്ങനെ ജയിലിലായ RSS ABVP നേതാക്കൾ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ തുടങ്ങി. മാപ്പ് പറയാൻ കൂട്ടാക്കാത്തവരെ വാജ്പേയിയും RSS നേതാക്കളും പരമാവധി നിർബന്ധിച്ചു എന്നാണ് ചരിത്രം. RSSൻ്റെ ദി ഡോക്യുമെൻ്റ് ഓഫ് സറണ്ടർ എന്ന മാപ്പിനെ തുടർന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ മാധവറാവു മുലെ, ദത്തോപന്ത് തെങ്ങാടി, മൊറാപന്ത് പെങ്ക്ലെ തുടങ്ങിയ RSS നേതാക്കളും ഉണ്ടായിരുന്നു. അമേരിക്ക അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയെ ഏറ്റവും ശക്തമായി പിന്തുണച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്നവരെ കമ്മ്യൂണിസ്റ്റ് USSR നിശിതമായി ആക്ഷേപിച്ചു എന്നത് ചരിത്രത്തിലെ ഒരു വൈരുദ്ധ്യമാണ്. അടിയന്തരാവസ്ഥ അവസാനിക്കുമ്പോഴേക്കും ഇന്ദിര വെറുക്കപ്പെട്ടവളായി മാറിയിരുന്നു. 1977 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പുറന്തള്ളപ്പെട്ടു. 352 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് 154 ചുരുങ്ങി. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. ഇത്തവണ കോടതിയിലല്ല, റായ്ബറേലിയിൽ നേരിട്ടാണ് രാജനരയൻ ഇന്ദിരയെ തോൽപ്പിച്ചത്. 2 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ജനാധിപത്യം തിരിച്ചു വന്നത് ചിലതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഇന്ദിരയുടെ സ്വച്ഛാധിപത്യം അവസാനിച്ചു. ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി മൊറാർജി ദേശായി അധികാരത്തിൽ വന്നു. 1977 മുതൽ 1979 വരെ 2 വർഷം മാത്രമേ പക്ഷേ ആ സർക്കാർ നിലനിന്നുള്ളൂ. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും സംഘപരിവാറും കോൺഗ്രസിലെ വിമതരുമടക്കം അനേകം ചിന്തകൾ തമ്മിൽ അവിടെ നിരന്തരം സംഘർഷങ്ങളുണ്ടായി. ആർക്കും പരസ്പരം വിശ്വാസമില്ലായിരുന്നു. അതിനിടെ കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഉപതെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിൽ തിരിച്ചെത്തുന്നു. അതോടെ ഇന്ദിരയെ അറസ്റ്റ് ചെയ്യാൻ ദേശായി സർക്കാർ തീരുമാനിച്ചു. തടങ്കലിലായ ഇന്ദിര കൂടുതൽ ശക്തയായി. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് ജനവികാരം ഇന്ദിരക്ക് അനുകൂലമായി. അടിയന്തരാവസ്ഥയിൽ പൊറുതിമുട്ടി മറ്റൊരു സർക്കാരിനെ അധികാരത്തിലേറ്റിയ പൊതുജനം 2 വർഷം കൊണ്ട് ഇന്ദിരാഗാന്ധിയെ തിരിച്ചാവശ്യപ്പെടുകയാണ്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ, അവരുടെ രാഷ്ട്രീയം, ഇതൊന്നും ഒരു രാഷ്ട്രീയ മീമാംസാ സങ്കല്പങ്ങൾക്കും അത്ര പെട്ടെന്ന് കുരുക്കഴിക്കാൻ കഴിയുന്ന സംജ്ഞകളല്ലെന്ന് തെളിയിക്കുന്നതായി 1980 പൊതു തെരഞ്ഞെടുപ്പും ഇന്ദിരാഗാന്ധിയുടെ മടങ്ങിവരവും. ഇത്തവണ അവർ ഒരു ഉരുക്കുവനിതയായി മാറി. എന്തൊക്കെ പറഞ്ഞാലും അടിയന്തരാവസ്ഥ ഒരു പാഠമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണകൂടം എങ്ങനെ ആയിക്കൂടാ എന്നുറപ്പിച്ചു പറയുന്ന പാഠം. 50 വർഷങ്ങൾക്കിപ്പുറം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 സംവിധാൻ ഹത്യ ദിവസമായി ആചരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. കഴിഞ്ഞ 10 വർഷം തോന്നാത്ത ഈ പേര് എവിടെ നിന്ന് വന്നു എന്നല്ലേ? കഴിഞ്ഞ 2 വർഷത്തിലേറെയായി രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് മോദി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കടുപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റെങ്കിലും ലഭിക്കണമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ താൽപ്പര്യവും ആഗ്രഹവും. അങ്ങനെ വന്നാൽ ഭരണഘടനയെ അവർ അട്ടിമറിക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ പ്രത്യാക്രമണം. രാഹുലിൻ്റെ പ്രചരണം BJPയുടെ സ്വപ്നങ്ങളുടെ ചിറക് വെട്ടിക്കളഞ്ഞു. ഏറ്റവും കുറഞ്ഞത് അവരുദ്ദേശിച്ച പൊക്കത്തിൽ പറക്കാൻ കഴിയില്ലെന്നായി. ഭരണഘടന രാഹുലിന് വലിയ ശക്തി പകരുന്നു എന്ന് BJP തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നത്, ഈ പേരിൽ അത് ആചരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 50 വർഷങ്ങൾക്കിപ്പുറം നമ്മളൊരു അടിയന്തരാവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത്. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവിടെ ഇല്ലേ? അരനൂറ്റാണ്ട് മുൻപ് നടന്നതൊക്കെ ഏറിയും കുറഞ്ഞും ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മേൽ സെൻസർഷിപ്പിൻ്റെ രാക്ഷസ നിഴലുണ്ട്. ഭരണാധികാരിയെ പ്രശംസിക്കാത്ത മാധ്യമങ്ങൾക്ക് ഏജൻസികളുടെ റെയ്ഡാണ് പാരിതോഷികം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ജനാധിപത്യത്തിൻ്റെ കസ്റ്റോഡിയൻസ് എല്ലാം ഭരണാധികാരികളുടെ ഗൂങ്കി ഗുടിയായിട്ടുണ്ട്. EDയും NIAയും ഇൻകം ടാക്സ് വിജിലൻസുമൊക്കെ BJPയുടെ ഘടകകക്ഷികളെ പോലെ അവരുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് കയ്യാളാവുന്നുണ്ട്. പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഡെമോളിഷൻ ഡ്രൈവുകൾ തകൃതിയാണ്. നഗരങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിന് ദരിദ്ര ജനങ്ങളുടെ കുടിലുകളും കൂരകളും തുടച്ചു നീക്കണമെന്ന ജഗ്മോഹൻ മൽഹോത്ര മോഡൽ ചിന്താഗതി ഇന്നുമുണ്ട്. G20യുടെ വേളയിൽ പാവങ്ങൾ താമസിക്കുന്ന ബസ്തികൾ
കൂറ്റൻ ഷീറ്റുകൾ കൊണ്ട് മറച്ചു നിർത്തിയ കാഴ്ച നമ്മൾ ഈ അടുത്തല്ലേ കണ്ടത്. അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി മതിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ബുൾഡോസ് ചെയ്യുന്ന നടപടിയും ഇന്ന് ഇന്ത്യയിൽ വേണ്ടുവോളം കാണുന്നുണ്ട്. സഞ്ജയ് ഗാന്ധിക്ക് അടിയന്തരാവസ്ഥ വേണ്ടി വന്നു ഡെമോളിഷൻ ഡ്രൈവ് നടത്താൻ. എങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനുമെല്ലാം അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ തന്നെ വേണ്ട എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. ഇന്ന് ജനാധിപത്യവാദികൾക്ക് അർബൻ നക്സലുകൾ എന്ന ചാപ്പയുണ്ട്. അവരെ വേട്ടയാടുന്നുണ്ട്. മതിയായ ചികിത്സ പോലുമില്ലാതെ വിചാരണ തടവുകാരായി കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥി നേതാക്കളെ ജയിലിലടച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് മാധ്യമപ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നുണ്ട്. സിനിമകൾക്ക് മേൽ അസംബന്ധ സെൻസർഷിപ്പുകളുണ്ട്. ന്യൂനപക്ഷങ്ങളെ എപ്പോഴും എവിടെയും തെരുവുകളിലിട്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് വിധേയമാക്കാം എന്ന സ്ഥിതിയുണ്ട്. ഭക്ഷണം, വസ്ത്രം, ഭാഷ, ആരാധന, മതപ്രചരണം എന്നിവയ്ക്ക് മേൽ വർഗീയ ഭ്രാന്തന്മാരുടെ നിരന്തരാക്രമണങ്ങളുണ്ട്. അതിനെല്ലാം ഭരണകൂടം കുടപിടിക്കുന്നുമുണ്ട്. ചോദ്യം ചോദിക്കുന്ന രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാക്കളെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ന്യായമായ ചർച്ചകൾ ആവശ്യപ്പെടുന്നതിന് പാർലമെൻറ്റിനകത്ത് നൂറുകണക്കിന് എംപിമാർ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ചർച്ചകളില്ലാതെ ബില്ലുകൾ പാസ്സാക്കുന്നുണ്ട്. ക്യാമ്പസുകൾക്ക് മേൽ സർവേലൻസുകളുണ്ട്, വയലൻസുകളുമുണ്ട്. ഭരണഘടന തിരുത്തുമെന്ന്, ഇതൊരു മതരാഷ്ട്രമാക്കുമെന്ന്, ദേശീയ പതാക മാറ്റുമെന്ന് എന്നിങ്ങനെ രാജ്യദ്രോഹ പ്രസ്താവനകൾ ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നു തന്നെ ദിനേന ഉയരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും സംവിധാൻ ഹത്യ ദിവസം ആചരിക്കാനുള്ള വകയുണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ. ഭരണഘടനയ്ക്ക് ഉറക്കമൊഴിച്ച് കാവലിരിക്കണം, ജനാധിപത്യത്തിന് കൂട്ടിരിക്കണം. കാരണം പുതിയ ഭാരതത്തിൽ പകൽ വെളിച്ചത്തിൽ തന്നെ ഇതെല്ലാം അപഹരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.